ഹായ് ഓൾ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്മാർട്ട് ഫോൺ ഒപ്പോ F27 5Gയെ കുറിച്ചാണ്. നിലവിൽ ഇന്ന് സെയിൽ തുടങ്ങിയ ഒരു സ്മാർട്ട് ഫോണാണ്. 23,000 റുപ്പീസ് ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ വില. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 23,000 രൂപയ്ക്ക് ഈ സ്മാർട്ട് ഫോൺ വാല്യുബിൾ ആണോ എന്നാണ്. അപ്പോൾ കൂടുതൽ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകും. ഈ സ്മാർട്ട് ഫോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഡിസൈൻ. കമ്പനി പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫീച്ചറാണ് ആർമർ പ്രൊട്ടക്ഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്ത് ചാടിയാൽ സ്ക്രീൻ പൊട്ടില്ല എന്നൊരു വാദം. പക്ഷെ അത് വേറൊരു ഗിമ്മിക്കായിട്ടുള്ള ഫീച്ചർ മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒപ്പോഴോ സൈറ്റിൽ ചെന്ന് ഈ ഫീച്ചേഴ്സിൻ്റെ അടിയിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിയാൽ ഫ്ലാറ്റായ സർഫസിൽ മാത്രമാണ് സ്ക്രീൻ പൊട്ടാതിരിക്കുകയുള്ളൂ. സ്ക്രീനിലേക്ക് ഷാർപ്പായ എന്തെങ്കിലും ഒബ്ജക്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ഉറപ്പായി പൊട്ടും. ചുരുക്കി പറഞ്ഞാൽ ടൈൽസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടേബിളിലോ ഫോൺ നമ്മുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് ചാടിയാൽ മാത്രമാണ് ഡിസ്പ്ലേ പൊട്ടാതിരിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ മുറ്റത്ത് വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് ചാടിയാൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ഉറപ്പായി പൊട്ടും. അപ്പോൾ അതൊരു ഗിമ്മിക് ഫീച്ചറായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഡിസൈനിലേക്ക് വന്നാൽ 7.76 mm തിക്നെസ് ആണ് ഈ ഫോണിനുള്ളത്. 187 grams ആണ് ഈ ഫോണിൻ്റെ വെയിറ്റ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. AGC DT Star 2 പ്രൊട്ടക്ഷനാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് തന്നിരിക്കുന്നത്. 2 കളർ വേരിയൻറ്റിൽ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. സിൽവർ, ഗ്രേ, ഐസ് ബ്ലൂ എന്നിവയാണ് കളർ ഓപ്ഷൻസ്. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് നൽകിയിരിക്കുന്ന സ്മാർട്ട് ഫോണാണ് ഒപ്പോ F27. ഡിസൈനിലേക്ക് നോക്കിയാൽ ഒരു ടിപ്പിക്കൽ ഒപ്പോ, റിയൽമി, OnePlus ഫോണുകളുടെ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെയാണ് തന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആയിട്ട് ബാക്ക് സൈഡിൽ തന്നിരിക്കുന്നത് ഹാലോ ലൈറ്റ് ആണ്. ക്യാമറയുടെ ചുറ്റുമുള്ള റിങ്സിൻ്റെ ഇടയിൽ ഒരു ഗ്രേഡിയൻറ്റ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. മ്യൂസിക് പ്ലേ ചെയ്യുന്നതിന് അനുസരിച്ചും കോൾസ് വരുന്നതും നോട്ടിഫിക്കേഷൻ അതിനൊക്കെ അനുസരിച്ച് ഗ്രേഡിയൻറ്റ് ടോൺ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഇതിലെ ഡിസൈൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഒരു ചേഞ്ച്. അതർവൈസ് ഒപ്പോയുടെ ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ 6.67 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനാണ് തന്നിട്ടുള്ളത്. കർവ്ഡ് അല്ല, ഫ്ലാറ്റ് സ്ക്രീനാണ്. 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. എന്ന് വെച്ചാൽ ഫുൾ HD+ ഡിസ്പ്ലേ. 396 ppi ആണ് പിക്സൽ ഡെൻസിറ്റി. അത്യാവശ്യം ഷാർപ്പറായൊരു ഡിസ്പ്ലേ തന്നെയാണത്. പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 nits ആണ്. HDR-ൽ 2100 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യും. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണത്. 240 Hz ടച്ച് സാമ്പിൾ റേറ്റുമുണ്ട്. പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് തന്നിട്ടുള്ളത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഒപ്പോ ഇവിടെ തന്നിട്ടുള്ളത്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണത്. ഇനി പ്രോസസ്സറിലേക്ക് വന്നാൽ MediaTek Dimensity 6300 ചിപ്സെറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 2.4 GHz ഇത് ക്ലോക്ക് ചെയ്തിരിക്കുന്നത്. 8 കോർസ് ഉള്ള CPU ആണത്. 2.4 GHz 2 പെർഫോമൻസ് കോഴ്സും 2 GHz 6 എഫിഷ്യൻസി കോഴ്സുമാണുള്ളത്. ഇതിൽ തന്നിരിക്കുന്ന GPU Mali G57 MP2 GPU ആണ്. ഈ ഫോണിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പ്രൊസസ്സറാണ്. പ്രൊസസ്സർ പോരായ്മയായിട്ട് പറയാൻ കാരണം പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്താണ്. 23,000 രൂപ വില വരുന്ന സ്മാർട്ട് ഫോണിൽ 15,000 രൂപ താഴെ വരുന്ന സ്മാർട്ട് ഫോൺസിൽ നൽകുന്ന പ്രൊസസ്സറാണ് നൽകിയിരിക്കുന്നത്. ബിലോ ആവറേജ് പെർഫോമൻസ് മാത്രമേ ഈ പ്രൊസസ്സർ നൽകുകയുള്ളൂ അറ്റ് ദി പ്രൈസ് പോയിന്റ്. സ്റ്റോറേജിലേക്ക് നോക്കിയാൽ UFS 2.2 128 GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് തന്നിട്ടുള്ളത്. LPDDR4X 8GB RAM തൊട്ടാണ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെമ്മറി കാർഡിനുള്ള ഓപ്ഷനുണ്ട്. 2 TB വരെയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ക്യാമറയിലേക്ക് നോക്കിയാൽ ഡുവൽ ക്യാമറ സിസ്റ്റമാണ് റിയർ സൈഡിൽ തന്നിട്ടുള്ളത്. 50 MB പ്രൈമറി ക്യാമറയും 2 MB ഡെപ്ത് സെൻസറുമാണ് റിയർ സൈഡിലുള്ളത്. 50 MB പ്രൈം ക്യാമറ OmniVision OV50D ക്യാമറയാണ് തന്നിട്ടുള്ളത്. മാക്സിമം 1080p 60 FPS വരെ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. സെക്കൻഡായി തന്നിരിക്കുന്ന 2 MP ഡെപ്ത് സെൻസർ പോർട്രേറ്റിന് വേണ്ടി തന്നിട്ടുള്ളതാണ്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വന്നാൽ 32 MP സെൽഫി ഷൂട്ടറാണ് തന്നിട്ടുള്ളത്. അത് സോണിയുടെ IMX615 സെൻസറാണ് തന്നിട്ടുള്ളത്. 1080p 30 FPS വരെ മാക്സിമം റെക്കോർഡിംഗ് കേപ്പബിലിറ്റി ഉണ്ട്. ഓവറോൾ ക്യാമറയിലേക്ക് നോക്കിയാൽ ഒരു ഡീസൻറ്റ് ലെവൽ ക്യാമറ പെർഫോമൻസ് തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കും. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് നോക്കിയാൽ ColorOS 14 ബേസ്ഡ് ഓൺ Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്.
ബാറ്ററിയിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് തന്നിട്ടുള്ളത്. 45 വാട്ടിന്റെ സൂപ്പർ വൂഫ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇനി അതർ ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ഡ്യുവൽ 5G സിം സപ്പോർട്ടുണ്ട്. വൈഫൈ 5 ആണ് നൽകിയിരിക്കുന്നത്. ബ്ലൂടൂത്ത് 5.3 ആണ് തന്നിട്ടുള്ളത്. USB-C ടൈപ്പ് ആണ്. വെർഷൻ 2.0 ആണ് നൽകിയിട്ടുള്ളത്. IR ബ്ലാസ്റ്ററിന്റെ സപ്പോർട്ട് ഉണ്ട്. ബാക്കിൽ വരുന്ന മെയിൻ ഫീച്ചറാണ് ഹാലോ ലൈറ്റ്. നോട്ടിഫിക്കേഷനും കോൾസിനും അനുസരിച്ച് ബാക്കിൽ ഒരു ഗ്രേഡിയൻ ലൈറ്റ് വിസിബിൾ ആവും. അതാണ് ഹാലോ ലൈറ്റ്. ക്രിയേറ്റീവ് AI ഫീച്ചേഴ്സ് ആണ് പിന്നെ നൽകിയിരിക്കുന്നത്. ബാക്കിലുള്ള ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യുക, ഗാലറിയിൽ നിന്നും ഇമേജിനെ സബ്ജക്റ്റ് മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നുള്ള കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് നൽകിയിട്ടുള്ളത്. ഹാലോ ഓഡിയോ ആണ് അത് പവർ ചെയ്തിരിക്കുന്നത്. ഡോൾബി പോലെ മറ്റൊരു ഓഡിയോ സിസ്റ്റമാണ് ഹാലോ ഓഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാർട്ട് ഫോണിലെ അതർ ഫീച്ചേഴ്സ്. ഇനി കൺക്ലൂഷനിലേക്ക് വന്നാൽ കുറെ ഗിമ്മിക്സ് ഫീച്ചേഴ്സ് ഒഴിച്ചു വെച്ചാൽ വളരെ ആവറേജ് പെർഫോമൻസ് മാത്രം കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. ഒരു സ്മാർട്ട് ഫോണിന്റെ ലോങ് ലൈഫ് നിലനിർത്തുന്നത് അതിന്റെ പ്രോസസ്സറിന്റെ പവർ കൊണ്ട് മാത്രമാണ്. പ്രോസസ്സർ പവർഫുൾ ആണെങ്കിൽ മാത്രമാണ് ഒരു 3 വർഷമെങ്കിലും ആ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഒപ്പോ F27 സ്മാർട്ട് ഫോണിലേക്ക് വന്നാൽ ഡയമൻസിറ്റി 6300 ചിപ്സെറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഒപ്പോടെ തന്നെ ഒപ്പോ K12X 5G എന്ന സ്മാർട്ട് ഫോണിലും ഈ സെയിം ചിപ്സെറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ റേറ്റ് വരുന്നത് 30,000 റുപ്പീസ് ആണ്, 13,000 രൂപ. ആ സെയിം സ്പെക്ക് വെച്ചിട്ട് കുറെ ഗിമ്മിക്സ് ഫീച്ചേഴ്സ് കുത്തി നിറച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഒപ്പോ F27 5G. ഞാൻ ഈ സ്മാർട്ട് ഫോൺ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. 23,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ഇതിന് ബെസ്റ്റ് ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഗിമ്മിക്സ് ഫീച്ചേഴ്സ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഒപ്പോ F27 കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.